നമസ്കാരം. ജനപ്രീതിയുള്ള നേതാക്കളില്ല എന്നതായിരുന്നു BJP അടുത്ത കാലം വരെ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി. കോൺഗ്രസിലും CPM-ലുമൊക്കെ നിരവധി നേതാക്കളുണ്ടെങ്കിലും BJP-യിൽ അങ്ങനെ ജനപ്രിയ മുഖങ്ങൾ കുറവാണ്. എന്നാൽ അതിനൊരു പരിഹാരമായി രാജീവ് ചന്ദ്രശേഖരനെയും സുരേഷ് ഗോപിയെയും വെച്ച് നടത്തിയ പരീക്ഷണങ്ങൾ. പുതിയ നേതാക്കളെ സൃഷ്ടിച്ചെടുക്കുക എന്ന ദൗത്യമാണ് ഇപ്പോൾ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രനെ പോലെ ജനപ്രിയ മുഖങ്ങളെ സംസ്ഥാന നേതൃത്വം എക്കാലത്തും അകറ്റി നിർത്തുക കൂടി ചെയ്തതോടെ BJP-ക്ക് നേതൃദാരിദ്ര്യം അനുഭവപ്പെട്ടു. എന്നാൽ പൊടുന്നനെ BJP-ക്ക് മുഖമുള്ള ഒരു നേതാവിനെ ലഭിച്ചിരിക്കുന്നു. ഇതുവരെ തിരുവനന്തപുരത്തെ പ്രാദേശിക നേതാവായി ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന VV രാജേഷ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായതോടെ ജനപ്രീതിയിൽ വലിയ ഉയർച്ച സംഭവിച്ചിരിക്കുന്നു. ഇതുവരെ ചില പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗമായി മാത്രം കണ്ടിരുന്ന VV രാജേഷിനെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട BJP നേതാവിൻ്റെ മുഖം ലഭിച്ചത് പെട്ടെന്നാണ്. കോർപ്പറേഷൻ മേയറായി ചുമതലയേറ്റ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ രാജേഷ് തന്ത്രപരമായി, ബുദ്ധിപരമായി, അതേസമയം രാഷ്ട്രീയ പക വീട്ടുന്നു എന്ന് തോന്നാത്ത വിധത്തിൽ നടത്തുന്ന ഇടപെടലുകൾ CPM-ന്റെ ഉറക്കം കെടുത്തുകയാണ്. BJP-ക്ക് തലസ്ഥാനത്ത് നിറമുള്ള മുഖങ്ങൾ ലഭിക്കുന്നത് CPM-നെ ആലോചിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല. BJP-ക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഹിന്ദു ഭൂരിപക്ഷ ജില്ലയായ തിരുവനന്തപുരത്ത് ഏത് BJP നേതാവ് ഉയർന്നു വന്നാലും അവിടെ CPM പിറകോട്ട് പോകുമെന്നും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നും CPM-ന് നന്നായി അറിയാം. തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായി VV രാജേഷ് ഇതിനോടകം എടുത്ത നിലപാടുകൾ, നടപടികൾ അതുകൊണ്ട് തന്നെ CPM-ന്റെ ഉറക്കം കെടുത്തുന്നുണ്ട്. ഏറെ ശ്രദ്ധ നേടിയ R ശ്രീലേഖയുമായി ബന്ധപ്പെട്ട വിഷയം വാസ്തവത്തിൽ കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് VK പ്രശാന്ത് MLA തന്നെയാണ്. പക്ഷെ അത് വെളുക്കാൻ തേച്ചത് പാണ്ടായ സാഹചര്യത്തിലേക്ക് മാറി. CPM MLA തുച്ഛമായ വാടകയ്ക്കെടുത്ത് അതുപോലും കൊടുക്കാതെയാണ് അധിനിവേശം നടത്തുന്നത് എന്ന് ലോകം തിരിച്ചറിഞ്ഞു. CPM എന്തുദ്ദേശിച്ചോ അതിനു നേരെ വിപരീത ഫലമാണ് ആ വിവാദത്തിലൂടെ ഉണ്ടായത്. അതവിടെ അവസാനിക്കുന്നില്ല. തിരുവനന്തപുരം കോർപ്പറേഷന്റെ നിയന്ത്രണത്തിലുള്ള അധികാര പരിധിയിലുള്ള ധാരാളം കെട്ടിടങ്ങൾ തുച്ഛമായ വാടകയ്ക്ക് ചില സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതേക്കുറിച്ച് അന്വേഷിക്കാൻ മേയർ രാജേഷ് ഉത്തരവിട്ട് കഴിഞ്ഞിരിക്കുന്നു. കണ്ണിമേറ മാർക്കറ്റും പേരൂർക്കട മാർക്കറ്റും പൂജപ്പുര മൈതാനത്തെ പരിസര പ്രദേശത്തെ സ്ഥലങ്ങളും തിരുമല ഷോപ്പിംഗ് കോംപ്ലക്സും അടക്കം കോർപ്പറേഷന്റെ അധികാര പരിധിയിൽപ്പെട്ട മിക്ക കെട്ടിടങ്ങളും നിസ്സാരമായ വാടകയ്ക്ക് വർഷങ്ങളായി CPM-കാർ കൈവശപ്പെടുത്തിയിരിക്കുന്നു. വാടക കരാറുകാർ മരിച്ചാൽ പോലും അത് ഒഴിയുന്നില്ല. എന്ന് മാത്രമല്ല, വാടക പുതുക്കുന്നില്ല. പലരും ഇത് 8ഉം 10ഉം ഇരട്ടി വാടകയ്ക്ക് സബ്ലെറ്റ് കൊടുത്തിരിക്കുകയാണ് നിയമവിരുദ്ധമായി. പലപ്പോഴും വാടകയ്ക്ക് ഉപയോഗിക്കുന്ന കെട്ടിടങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന് സർട്ടിഫൈ ചെയ്ത് വാടക ഇളവ് വാങ്ങുന്നു. അങ്ങനെ കോർപ്പറേഷന് കീഴിലുള്ള സ്വത്തുക്കളെല്ലാം CPM-കാർ ലാഭേച്ഛയോടുകൂടി തെറ്റായി ഉപയോഗിക്കുകയാണ് എന്ന ആരോപണം ശക്തമാണ്. അവയെക്കുറിച്ചെല്ലാം സമഗ്രമായി അന്വേഷിച്ച് നിയമവിരുദ്ധമായി കൈവശം വെച്ചിരിക്കുന്നവരെ പുറത്താക്കി, സബ്ലെറ്റുകാരെ പുറത്താക്കി, വാടക കുറവുള്ളവരുടെ വാടക വിപണി മൂല്യത്തോട് ചേർത്ത് വെച്ച് ഉയർത്തി വലിയ തോതിൽ വരുമാന ശോഷണം തടയാൻ മേയർ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇത്തരത്തിൽ CPM-ന് ഉറക്കം കെടുത്തുന്ന പല നടപടിക്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന് KSRTC തിരുവനന്തപുരം കോർപ്പറേഷനെ പറ്റിച്ചുകൊണ്ടിരുന്നതിന് പരിഹാരമുണ്ടാക്കുന്നു എന്നതാണ്. ഏതാണ്ട് 100 കോടിയോളം രൂപ വിലയുള്ള 110 ഇലക്ട്രിക് ബസ്സുകളാണ് കേന്ദ്ര സർക്കാർ തിരുവനന്തപുരം കോർപ്പറേഷന് കൈമാറിയത്. കോർപ്പറേഷനും KSRTC-യും തമ്മിലുള്ള കരാറടിസ്ഥാനത്തിലാണ് അത് പ്രവർത്തിക്കുന്നത്. എന്നാൽ നഗരത്തിലെ വായു മലിനീകരണം തടയാനുള്ള ഈ ഇലക്ട്രിക് ബസ്സുകളെല്ലാം ഇപ്പോൾ KSRTC നഗരത്തിന് പുറത്തേക്ക് ഓടിക്കുന്നു. പീക്ക് ടൈമിൽ നഗരത്തിൽ തന്നെ ഓടിക്കേണ്ടതാണ്, അല്ലാത്ത സമയത്ത് ആവാം. എന്ന് മാത്രമല്ല, കോർപ്പറേഷന് ലാഭവിഹിതം നൽകുന്നേയില്ല. ഇതിലൊക്കെ മാറ്റം വരുത്തി വലിയ പരിഷ്കാരങ്ങൾക്ക് ഒരുങ്ങുകയാണ് VV രാജേഷ്. അതുകൊണ്ടാണ് മന്ത്രി ശിവൻകുട്ടി ആക്ഷേപിച്ചത് പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്ന്. പുത്തനച്ചിയാണെങ്കിലും പഴയച്ചിയാണെങ്കിലും രാജേഷ് കഴിഞ്ഞ കുറേ ദിവസം കൊണ്ട് രാഷ്ട്രീയ പ്രതികാരം എന്ന് തോന്നാത്ത വിധത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങൾ BJP-ക്ക് വലിയ ഉണർവാണ് നൽകുന്നത്. മേയർ എന്ന നിലയിൽ രാജേഷിന്റെ പ്രവർത്തനം തിരുവനന്തപുരം ജില്ലയിൽ BJP-യുടെ സാധ്യത വർദ്ധിപ്പിക്കുമെന്നും CPM-ന് വലിയ തിരിച്ചടിയായി മാറുമെന്നും കണക്കാക്കപ്പെടുന്നു. വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിന് കീഴിലുള്ള കോർപ്പറേഷൻ വാർഡുകളിൽ 11 ജയിച്ചത് BJP-ആണ്. 10 UDF-ഉം കേവലം 3 മാത്രം LDF-ഉം ജയിച്ചിരിക്കുന്നു. ഈ രാഷ്ട്രീയ സമവാക്യം വോട്ടാക്കി മാറ്റാൻ കഴിയും എന്ന് BJP പ്രതീക്ഷിക്കുമ്പോൾ ആശങ്കയോടെ ചങ്കിടിച്ചു നിൽക്കുന്നത് തിരുവനന്തപുരത്തിന് കുത്തക അവകാശപ്പെട്ടിരുന്ന CPM-ആണ്. VK പ്രശാന്ത് വിവാദമുണ്ടാക്കിയത് പോലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന മത്സരത്തെ കണ്ടുകൊണ്ടാണെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും അപ്രതീക്ഷിതമായി തലസ്ഥാനത്തിന്റെ മേയറായ
വി രാജേഷിന്റെ പരിഷ്കാരങ്ങൾ BJP വൃത്തങ്ങളിൽ മാത്രമല്ല പൊതുസമൂഹത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. ഈ സംഭവങ്ങളെക്കുറിച്ച് മേയർ രാജേഷിനോട് ഞാൻ ഇന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതുകൂടി കേൾക്കുക. നമസ്കാരം രാജേഷ്, സുഖമായിരിക്കുന്നു കരുതുന്നു. അപ്പൊ ഈ പുതിയതായിട്ട് വന്നിട്ട് ഇപ്പൊ ഇവർ ഈ കഴിഞ്ഞ 4 പതിറ്റാണ്ടായിട്ട് ഇവരുടെ കസ്റ്റഡിയിലായിരുന്നല്ലോ ഇത്. അപ്പൊ ഇവിടെ ഒരുപാട് അഴിമതിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, നിയമനം, അതേക്കുറിച്ചൊക്കെ നമ്മുടെ അന്വേഷണം വരുമോ ഈ ദിവസങ്ങളിൽ? ഞങ്ങൾ കാര്യങ്ങളൊക്കെ പ്രതിപക്ഷത്ത് ഞങ്ങൾ പ്രവർത്തിച്ചപ്പോഴേക്കും പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ ഞങ്ങളുടെ ശ്രദ്ധയുണ്ട്. അപ്പോൾ അക്കാര്യങ്ങൾ അന്ന് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ അധ്യക്ഷൻ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അക്കാര്യങ്ങളിലൂടെയൊക്കെ തന്നെ തീർച്ചയായിട്ടും കടന്നു പോകും. അങ്ങനെ വേണ്ട കാര്യങ്ങളിൽ ഞങ്ങൾ നടപടി സ്വീകരിക്കും. ഈ ആര്യരാജ്യത്തിനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ സ്പെസിഫിക് ആയിട്ടാണല്ലോ അവർ പല, പ്രത്യേകിച്ച് ഈ ഹോസ്പിറ്റൽ നിയമനവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ യദുവിന്റെ വിഷയത്തില് അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതിലൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും? അല്ല, വ്യക്തിപരമായിട്ട് ഒരു കാര്യത്തിലും ഞങ്ങൾ അങ്ങനെ ഫോക്കസ് ചെയ്യില്ല. അങ്ങനെ ഒരു ഭരണകൂടം BJP നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണകൂടം അങ്ങനെ വ്യക്തിപരമായിട്ട് ആരെയും ഫോക്കസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകില്ല, പോകാനും പാടില്ല. നയപരമായ ഇടപെടലുണ്ട്, അവരുടെ പാളിച്ചകൾ, പദ്ധതികൾ നടത്തുന്നതിലേക്കുള്ള അഴിമതികൾ, ചില കേസുകളിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ FIR രജിസ്റ്റർ ചെയ്ത കേസുകൾ വർഷങ്ങളായിട്ട് ആ കേസുകൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ കോർപ്പറേഷൻ ഭരണസമിതിയുടെ ഉത്തരവാദിത്തമാണ് ആ കേസുകളുടെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടൽ നടത്തും. ഓക്കെ, ഈ KSRTC-യുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ടല്ലോ, നമ്മള് നഗരത്തിന് പുറത്തേക്ക്, അതെന്താ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാര്യം? അതായത് തീരുമാനങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ല, ചില വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട്. അതായത് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി അന്തരീക്ഷ മലിനീകരണം, എനിക്ക് തോന്നുന്നു ഡൽഹിയിൽ ഇപ്പൊ ഉണ്ടായിട്ടുള്ള പ്രശ്നമുണ്ടല്ലോ, മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യയിലെ മറ്റു നഗരങ്ങളിലൊന്നും ഇനി അത് ഉണ്ടാകാൻ പാടില്ല എന്ന് കരുതിയിട്ട് ഇലക്ട്രിക് ബസ്സുകൾ പ്രധാനപ്പെട്ട സിറ്റികളിലാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഓടുന്നത്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ തന്നെ, വലിയ ട്രാഫിക് കൺജക്ഷൻ ഉള്ള നഗരങ്ങളിലൊക്കെ തന്നെ അന്തരീക്ഷ മലിനീകരണം ഒഴിവാക്കാൻ വേണ്ടി ഇലക്ട്രിക് ബസ്സുകൾ കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി സ്മാർട്ട് സിറ്റി പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റ് പണം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 115 ബസ്സുകൾ, 113 ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് 113 ചെറിയ ബസ്സുകളും 2 വലിയ ബസ്സുകളും അടക്കം 115 ബസ്സുകൾ ഒരു 110 കോടി രൂപ മുടക്കിയാണ്, ഏകദേശം 110 കോടി രൂപ മുടക്കിയാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവനന്തപുരത്ത് വാങ്ങിയിട്ടുള്ളത്. അത് വാങ്ങിയപ്പോൾ ഒരു ട്രൈപാർട്ടി കരാറാണ്, തിരുവനന്തപുരം കോർപ്പറേഷൻ, KSRTC, സ്മാർട്ട് സിറ്റി. അതിൽ പറഞ്ഞിട്ടുള്ളത് വാഹനങ്ങൾ പീക്ക് ടൈമിൽ, അതായത് ഏറ്റവും കൂടുതൽ തിരക്കുള്ള സമയം സിറ്റിക്കകത്ത് ഓടുക, ഓട്ട് ടൈമിൽ അവർക്ക് സബർബൻ ഏരിയകൾ, ഇപ്പൊ നമുക്ക് നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, ആറ്റിങ്ങലൊക്കെ ഓട്ട് ടൈമിൽ ഓടാം, അല്ലാത്തപ്പോൾ സിറ്റിയിൽ ഓടുക എന്നുള്ളതാണ് അതിൽ പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങളിൽ ഒന്ന്. മറ്റൊന്ന്, ലാഭവിഹിതം കോർപ്പറേഷനും കൂടി ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. റൂട്ട് നിശ്ചയിക്കുന്നതിലും റേറ്റ് നിശ്ചയിക്കുന്നതിലും കോർപ്പറേഷന്റേതായ നിർദ്ദേശങ്ങൾ കൂടി മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് നിർദ്ദേശിക്കുന്നത് ചെയ്യേണ്ടത്. ഇതിൽ മേയർ ചെയർ ചെയ്യുന്ന ഒരു അഡ്വൈസറി ബോർഡുണ്ട്. ആ അഡ്വൈസറി ബോർഡ് ഇടയ്ക്ക് യോഗം ചേർന്നാണ് കാര്യങ്ങൾ വിലയിരുത്തി പോകേണ്ടതെന്നുള്ളതാണ് ആ കരാറിൽ പറഞ്ഞിരിക്കുന്നതിന്റെ ഏകദേശ രൂപ. എന്നാൽ ഇക്കാര്യങ്ങളിൽ പലതും പാലിക്കുന്നില്ലെന്ന് മാത്രമല്ല, നമുക്ക് ആ ഷെയർ ഇതുവരെയും ഒന്നും ലഭിച്ചിട്ടില്ല. ഇപ്പൊ സബർബൻ ഏരിയയിൽ പോകുന്നതിൽ കരാറിൽ തടസ്സമില്ലാത്തതുകൊണ്ട് അങ്ങനെ പോകുന്നതിൽ ബുദ്ധിമുട്ടില്ല, അങ്ങനെ പോകാം. ജനങ്ങൾക്ക് ഒരു നിമിഷം പോലും വാഹനം വെറുതെ ഇടാതെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടണം. പക്ഷേ സിറ്റിയിൽ ഈ വാഹനം കൂടുതൽ ഓടിക്കഴിഞ്ഞാൽ ഡീസൽ വാഹനങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും, പൊല്യൂഷൻ കുറയ്ക്കാൻ സാധിക്കും. മറ്റൊന്ന്, ഇത് ചെറിയ ബസ് ആയതുകൊണ്ട് തന്നെ ഇപ്പോ സിറ്റി എന്ന് പറയുമ്പോഴേക്കും കവടിയാർ പാളയം റോഡോ അല്ലെങ്കിൽ ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് സ്റ്റാച്യു റോഡൊന്നും അല്ലല്ലോ, ഇപ്പൊ ഉള്ളിലേക്ക് ചെറിയ ചെറിയ ഊടുവഴികളുണ്ട്. മനസ്സിലായി. ഇപ്പൊ കോർപ്പറേഷൻ നമ്മൾ പറയണമെങ്കിൽ ഇവിടുന്ന് ഒരു 60-70% വാർഡുകളും ഗ്രാമീണ മേഖലയാണ്. ഞാൻ മത്സരിച്ച കൊടുങ്ങാനൂർ വാർഡൊക്കെ തന്നെ ഒരു നല്ല ഗ്രാമീണ മേഖലയാണ്. അവിടെ നിന്നൊക്കെ ആൾക്കാർ പോകുന്നത് കൂലിപ്പണിക്ക് പോകുന്നവരാണ് കൂടുതൽ. ദിവസം പിന്നെ വീട്ടു ജോലിക്ക് പോകുന്ന അമ്മമാരൊക്കെ ഉണ്ട്, 7000-8000 രൂപ ശമ്പളത്തിന്. ഇവരൊക്കെ തന്നെ രാവിലെ 1, 2, 3 കിലോമീറ്റർ നടന്നാണ് മെയിൻ റോഡിലെത്തി ബസ്സിൽ കയറുന്നത്. ഇവർക്കൊന്ന് ഓട്ടോ പിടിച്ചു പോകണമെങ്കിൽ ഒരു ദിവസം 100 രൂപ 200 രൂപ ഓട്ടോ. അപ്പോൾ ഇവിടെ കൂടെയൊക്കെ വളരെ ഈസി ആയിട്ട് ചെറിയ ബസ്സുകൾ പോകാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പരമാവധി ഇപ്പൊ ഒരു 110-113 ബസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പീക്ക് ടൈമിൽ സിറ്റിയുടെ ഉൾഭാഗങ്ങളിലേക്ക് വിട്ടാൽ ഈ ജനങ്ങൾക്ക് ഭയങ്കരമായിട്ട് അനുഗ്രഹമാകും. അല്ലാത്ത സമയത്ത് പുറത്തോടിക്കോട്ടെ, ആൾക്കാർ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത്. അപ്പൊ ഇവർക്ക് ഈ ഓട്ടോയ്ക്കൊന്നും ഒരുപാട് പൈസ കൊടുക്കണ്ട. അതുകൊണ്ട് ഞങ്ങൾ കരാറിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ പൊതുസമൂഹത്തോട് പറഞ്ഞു. KSRTC-യോടോ ഗവൺമെന്റിനോടോ രേഖാമൂലം ഒരു കാര്യം ആവശ്യപ്പെട്ടില്ല. ആ വാർത്തകളൊക്കെ തെറ്റാണ്. ഇനി ഒരു ചർച്ച നടത്തി, എന്നാൽ ബസ്സുകൾ കൃത്യമായിട്ട് ഓടുകയും വേണം. ബസ് ഓടിക്കാൻ വേണ്ടി KSRTC-ക്ക് സാധിക്കുള്ളൂ. കോർപ്പറേഷൻ അതിന്റെ സിസ്റ്റം ഒന്നുമില്ല. അപ്പോൾ LDF ഗവൺമെന്റ് LDF-ന്റെ കോർപ്പറേഷനും കൂടി ഉണ്ടാക്കിയ കരാറിലെ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒറ്റ കാര്യമാണ്, ഈ
ഈ വാടകയ്ക്ക് കൊടുക്കുന്ന ഇപ്പൊ ഉദാഹരണത്തിന് ശ്രീലേഖ ഉണ്ടാക്കിയെന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ടല്ലോ, മറ്റേ ആ പ്രശാന്തിന്, അതിന് നമ്മൾ പുനർചിന്തനം നടത്തുന്നുണ്ടോ? വാടക പുതുക്കുകയോ അങ്ങനെ എന്തെങ്കിലും? അല്ല, ശ്രീലേഖ ഉണ്ടാക്കിയ പ്രശ്നം എന്നുള്ള വാദത്തോട് ഞാൻ യോജിക്കുന്നില്ല. സൗഹാർദ്ദപരമായ വർഷങ്ങൾ കൊണ്ട് പരിചയമുള്ള ആളാണ് MLA. ശ്രീലേഖ ചേച്ചിയെ സംബന്ധിച്ച് പോലീസിന്റെ വിവിധ ചുമതലയിരുന്നപ്പോ അദ്ദേഹം മേയറായിരുന്നു. ഇവർ നമ്മൾ നല്ലൊരു സൗഹാർദ്ദമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്കിവിടെ സ്ഥലം കുറച്ച് കുറവാണ്, ആൾക്കാർ ഒരുപാട് കയറി കാണാൻ വരും. അപ്പോ താങ്കൾക്ക് സൗകര്യപ്രദമായ വേറെ സ്ഥലം കിട്ടുമെങ്കിൽ ആലോചിച്ചിട്ട് മറുപടി പറയുന്നു മാത്രമാണ് ഫോണിലൂടെ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ തമ്മിൽ ഒരു കാര്യമുണ്ടെങ്കിൽ വ്യക്തികളെ സംസാരിക്കില്ലേ, അതുപോലെ. അപ്പോ അത് ഇത്തരത്തിൽ രാഷ്ട്രീയവൽക്കരിക്കേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ അന്ന് പറഞ്ഞ അഭിപ്രായം. പക്ഷേ ഞാൻ അന്ന് തന്നെ പറഞ്ഞത് MLA ഓഫീസ്, MP ഓഫീസ്, കൗൺസിലർ ഓഫീസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ നിയമം അനുവദിക്കുന്ന ഇളവുകൾ കൊടുക്കണം. കാരണം ജനകീയ സ്ഥാപനങ്ങളാണ്, എല്ലാം ജനങ്ങൾ വരേണ്ട സ്ഥാപനങ്ങൾ. എന്നാൽ അതേ മാനദണ്ഡം വെച്ചുകൊണ്ട് സ്വകാര്യ വ്യക്തികൾക്കും കച്ചവട സ്ഥാപനങ്ങൾക്കും കോർപ്പറേഷൻ ഉടമസ്ഥതയുള്ള സ്ഥാപനങ്ങൾ കൊടുക്കുന്നത് ജനങ്ങൾക്ക് നഷ്ടമുണ്ടാകും. ഇപ്പൊ കോർപ്പറേഷൻ മുന്നോട്ട് പോകണമെങ്കിൽ പണം വേണമല്ലോ, ജനങ്ങളുടെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ. അപ്പൊ നമുക്ക് കോർപ്പറേഷൻ ബിൽഡിംഗ് ആണെങ്കിൽ അതിന് സ്ക്വയർ ഫീറ്റ് അനുസരിച്ചുള്ള വാടക കിട്ടുന്ന രീതിയിലുള്ള നടപടികൾ ഞങ്ങൾ ആരംഭിക്കും. എന്നാൽ അത് MLA ഓഫീസിനോ കൗൺസിലർ ഓഫീസിനോ അങ്ങനെയൊന്നും പോവുകയില്ല. കൊമേഴ്സ്യൽ സ്ഥാപനങ്ങൾക്ക് ഞങ്ങൾ പോകും. അത് ജനങ്ങൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തമാണ്. താങ്ക് യു. ഓക്കെ, നന്ദി, വളരെ നന്ദി.